വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ എഴുന്നേറ്റ് വന്നു. ഇങ്ങനെ പുറത്ത് മൂടി ഇവിടെ തന്നെ ഇങ്ങനെ വെട്ടി തന്നെ കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര നല്ല തണുപ്പായിട്ടുണ്ട്. കൈയെല്ലാം ഭയങ്കര ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി രാവിലെ ഫ്രഷ് ആവണം. കുറേ കാര്യങ്ങൾ ഉറക്കം വരുവാണ് ഗൈസ്. രാത്രി ഉറങ്ങിയൊന്നുമില്ല. എല്ലാം അവിടെ കിടന്ന് എന്തൊക്കെ ചെയ്യായിരുന്നു. അവിടെയൊക്കെ ഗെയിം കളിയും ഡാൻസും കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഇനി നമുക്ക് കുളിച്ചിട്ട് കാണാം. ഇപ്പോൾ കുറേ പേരൊക്കെ റെഡി ആവുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ റെഡി ആവുന്നേ. അപ്പം നമുക്കും പോയി റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി കാണുമ്പോൾ താഴെ കൂടെ ഒരു പുഴ പോലൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടുന്ന് പാറയൊക്കെ ഉണ്ട്. നല്ലൊരു സൈഡ് വ്യൂ ഇങ്ങനെ കിട്ടും. നല്ല മരങ്ങളും താഴെ വെള്ളവും. പിന്നെ അവിടെ കാണുന്ന അവിടെ വണ്ടി കിടപ്പുണ്ട്. അവിടെ എല്ലാം റോഡുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് അത്. പിന്നെ നമ്മുടെ റൂമിലോട്ട് വരുമ്പോൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുള്ളൂ. ഇവിടെ എല്ലാം ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ അല്ലാതെ കിടക്കുന്നു. ക്യാമറ ഒരുങ്ങുന്നു. മാറി ഗൈസ് ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഗായ്സ് നമ്മളിപ്പം എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മുടെ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയാണ്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി. അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പുറവശത്ത് കാണുന്നത് ഫുള്ള് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അപ്പം ഷെഫിൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. തേയില ഫാക്ടറിക്ക് അകത്തെ വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പറ്റുവാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാവേ. അപ്പോൾ ഗായ്സ് നമ്മളിപ്പം നമ്മുടെ വണ്ടി ഇവിടെ സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. പണ്ട് ഞാൻ ഞാൻ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാം നമ്മുടെ വണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലിച്ചട്ട് ഇങ്ങനെ നടന്നു വരുന്നു. ഐഡൻറ്റി കാർഡ് എടുത്തോ? എൻ്റെ അടുത്തായിരുന്നോ? ഓക്കെ. അപ്പം ഇവിടെ ഇത് നമ്മുടെ എൻട്രൻസ് ആണ്. ഇവിടെ ചുറ്റിനും നല്ല മൊത്തം തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ തേയില ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. നമുക്കിപ്പം എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് പോകുന്നിടത്തും കണ്ടു. അപ്പം നമുക്ക് കോളേജിൽ നിന്ന് വരുവായതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റി കാർഡൊക്കെ വേണം. അതാകുമ്പോൾ നമുക്ക് പാസിന് പൈസക്കൊക്കെ ഇളവ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം അതനുസരിച്ച് നമുക്കിങ്ങനെ മുന്നോട്ട് പോയി ഇവിടുന്ന് ഇങ്ങനെ കാണാം. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. ഇവിടെയൊക്കെ എന്തോ മരങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ട്രീ ടൊമാറ്റോ എന്ന് പറഞ്ഞ മരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ മൊത്തം തേയിലയും അതിനകത്തുള്ള ആൾക്കാർ നടന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? ഇനി ഇവിടെ അങ്ങോട്ടാണ് നമുക്ക് കയറേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിൻ്റെ വകയായിട്ടുള്ള തേയില ഫാക്ടറിയാണിത്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളാണ്. എല്ലാവരും തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിസ് എന്തൊക്കെ എഴുതിയും കാര്യങ്ങളൊക്കെ ലെറ്റർ പാഡൊക്കെ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മൂന്നാറിലെ മാട്ടുപ്പെട്ടി ഡാം. നമ്മളിപ്പോൾ പോയത് കണ്ണൻദേവൻ അവിടെ ടീ ഫാക്ടറിയിലായിരുന്നു. അപ്പം ഇനി നമ്മൾ വന്നത് അതിൻ്റെ 100 മീറ്റർ ഇപ്പുറത്ത് തന്നെ മാട്ടുപ്പെട്ടി ഡാമിലാണ്. അപ്പം നമുക്ക് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഗായ്സ്, ഈ കാണുന്നതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ ഇവിടെ എല്ലാ ആളുകളിങ്ങനെ സഞ്ചാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നേക്കുവാണ്. ഇവിടെ അപ്പം ഇവർ ജോലൊക്കെ വിളിക്കുന്നുണ്ട്. മിസ്സുമാരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ താഴെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നതാണ്. അവിടെ
കണ്ടില്ല, ഇത് ബ്ലറാണ്. താഴെ ഓരോ ബിൽഡിങ്ങും ഡാമിൻ്റേതായിട്ടുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പുറത്തെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം അപ്പുറത്ത് കണ്ട ഡാമിൻ്റെ വെള്ളം, അവിടെ അങ്ങ് കാണുന്ന ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അവണിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ കുണ്ടള ലേക്ക് ബോട്ടിംഗ് ഉണ്ട്. 4 പേർക്ക് 100 രൂപ. ഗൈസ് ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് വെള്ളം ഇങ്ങനെ അക്കരെ കരയെല്ലാം മലകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ എന്തോ ഒരു ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഷട്ടറിൻ്റെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിടേണ്ട ആവശ്യമില്ലായിരുന്നു, വെയിലാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ ഷട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്ത് അവിടെ ചെന്ന് കാണാം. ഗൈസ് ഇവിടെ ഇങ്ങനെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഷട്ടറിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുണ്ടളല്ലേ, ഷട്ടറിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തോ പണികളൊക്കെ നടക്കുന്നു. ഇപ്പം ബൈക്കുകളും കാറുകളും ടൂറിസ്റ്റുകളും ഇഷ്ടത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും തോന്നുന്നു. നോക്കാം. ഇതാണ്ട ഗൈസ്, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് അഴുക്ക് വെള്ളമാണ് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഫുള്ള് അഴുക്ക് വെള്ളവും അഴുക്കുമൊക്കെയാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. കണ്ടില്ലേ, മൊത്തം അഴുക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോയൊക്കെ അന്നേരം എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഇങ്ങനെ ഒരു പെർ ഫോട്ടോയ്ക്ക് 100 rupees എന്ന് വെച്ച് കണ്ടാണ് അവരപ്പം മേടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കയറി ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. നോക്കാം. ഇല്ല, ഇലക്ട്രിക് അല്ല. ഇതാണ്ട ഗൈസ്, ഇവിടെ കയറി സൂപ്പറായിട്ട് ഷട്ടർ കാര്യങ്ങളൊക്കെ. അല്ല, അവൻ്റെ ഫോട്ടോഗ്രാഫർ എന്ത് കണ്ട് ഗൈസ്, ഇവിടെ ഇങ്ങനെ സൂപ്പറായിട്ട് കാണാനൊക്കെ പറ്റും. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴോട്ടിറങ്ങിയാലും പോയി കാണാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്കിനി കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. താഴെ ഇങ്ങനെ ഡാമിൻ്റേതായിട്ടുള്ള രീതിയിൽ ബിൽഡിങ്ങുകളും അത് ഈ മെഷീൻസ് അതിൻ്റെ പ്രവർത്തനം, ഡാമിൻ്റെ ഷട്ടറിൻ്റെ പ്രവർത്തനത്തിൻ്റെ മെഷീൻസുകളും ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെയാണെന്ന് തോന്നുന്നു. അതെല്ലാം അവിടെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറേ മരങ്ങളും, ഇവിടെ ഫുള്ള് വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ കുറേ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഷട്ടർ ഉണ്ടോ, 3 ഷട്ടറാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിനുള്ളത്. ഏറ്റവും വലിയ 3 ഷട്ടറുകളുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തെറിച്ച് വന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ വരാൻ പറ്റി. അപ്പം നമുക്കിങ്ങനെ എന്താ കണ്ടില്ലേ, ഇങ്ങനെ ഇവിടുന്ന് വെള്ളം വേണം ഒരു കനാലിലേക്ക് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ പോവും. അതിങ്ങനെ പലയിടത്തോട്ട് സ്പ്രെഡായി പോവും. മേളിക്കട ബസ്സുകളും വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. ഇനിയാണ് സംഭവങ്ങളെല്ലാം ഉള്ളത് കഴിക്കാനുള്ള. പാനിപൂരി, ചോളം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. മാഗി മേടിച്ചാലോടാ, മാഗി മേടിച്ചാലോ? വേണ്ട ഗായ്സ്, ഇവിടെ ഇങ്ങനെ പല ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്കിങ്ങനെ കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഫുള്ള് തിരക്കാണ്, ഭയങ്കര വണ്ടിയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിങ്ങനെ അങ്ങോട്ട് പോകാം. അവിടെ ചെല്ലുമ്പോൾ ബലൂൺ തോക്ക് വെച്ച് പൊട്ടിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഫുള്ള് തിരക്കാണ്. 2 സൈഡിലും വണ്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട്. എനിക്ക് ടൂറ് എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞു. അപ്പം എക്കോ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. അപ്പം വീഡിയോയുടെ കാര്യം ഒന്നർത്ഥം ഞാനങ്ങ് മറന്നുപോയി. അപ്പം ഇവിടെ പുറയിലൊരു കുതിരയൊക്കെ നിൽപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ എവിടെ പോകുന്നത് വെച്ചാൽ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോവാണ്. അപ്പം നമ്മൾ കുണ്ടള ലേക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ആലോചിച്ചപ്പോൾ കുണ്ടള ലേക്ക് വേണ്ട, ടോപ്പ് സ്റ്റേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറേ ദൂരം നടക്കണം.
എല്ലാവരും ഫ്രണ്ടിലോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. നമുക്കും അപ്പോൾ വേഗം നടന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് ചെല്ലാം. അപ്പോൾ ഗായ്സ് ഇവിടുന്ന് തന്നെ കുറേ വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് മേളിൽ ചെന്നിട്ട് മതി വ്യൂ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കേട്ടോ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ട് പോവാണ്. നമ്മൾ മഞ്ഞിൻ്റെ ഒരു ലോകത്തേക്കായിരിക്കും നമ്മൾ ചെന്നെത്തുന്നത്. മൂന്നാറിൽ കാണുന്ന മഞ്ഞ് മലയിലേക്കായിരിക്കും നാം എത്തിച്ചേരുക. ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഇനി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് നിറച്ച് ഓരോ കാര്യങ്ങൾ. ബാഗ്സിൻ്റെ ഇതും ഡ്രീം ക്യാച്ചർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതൊക്കെയുണ്ട്, എല്ലാം ഉണ്ട്. ഡ്രീം ക്യാച്ചർ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം കുറേ കടകളൊക്കെ അടച്ചിട്ടേക്ക് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മഞ്ഞിങ്ങനെ വീണിങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയും. അപ്പം നമുക്കിനി ഇതിലിങ്ങനെ നടന്നിട്ട് വേണം ടോപ്പ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ കണ്ട് അപ്പം അവിടെ മറ്റേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതെല്ലാം ഇങ്ങനെ കണ്ട് നമുക്ക് പോവാം. എന്നാലേ നമുക്കിങ്ങനെ കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കീ ചെയിനുകൾ, മാസ്ക്, ബാഗ്സ്, പിന്നെ ഗ്ലാസ് എല്ലാം ഉണ്ട്. അതെല്ലാം കണ്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ ആദ്യത്തെ 100 മീറ്ററിലേക്കുള്ള എൻട്രൻസ് ആയിരിക്കുകയാണ്. അപ്പം മിസ്സേ റേഞ്ച് ഉണ്ടോ? അപ്പോൾ വിളിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പ്രവേശിക്കുകയാണ്. താഴോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഒരു 100 മീറ്റർ ഇറങ്ങി ചെല്ലണം. അപ്പം നമുക്ക് ആദ്യത്തെ വ്യൂ പോയിൻ്റ് എത്താൻ കഴിയും. അപ്പം നമ്മളപ്പം ഏകദേശം 300 ആയിട്ടുണ്ട്. നമുക്ക് 15 പേർക്ക് പാക്കേജ് ബേസാണ് ഈ സാധനം. അപ്പം അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും വീഴാൻ നോക്കണേ ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മിസ്സും ഒക്കെ നടന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയും ഗൈസ്. ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്കിങ്ങനെ ഇറങ്ങിപ്പോവാം. എടാ അതാണോ വഴി? ഇതല്ലേ വഴി? ഇതാ വഴി. രണ്ടും വന്നേനാ മിസ്സേ. എടാ ഇവിടുന്ന് കയറാൻ പറ്റുമോ? അല്ല ഇവിടെ വരെ കണ്ടിട്ടങ്ങ് പോകണം ഗൈസ്. അപ്പം ഇവിടെ എന്തോ ഫേസാണ്. മേളിൽ നിന്ന് എടുത്തിട്ട് കാര്യമില്ല, ഇവിടുന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് കാണാം. അങ്ങനെ നടക്കും നിൽക്കാറും. ഇങ്ങനെ ഗൈസ് ഇവിടുത്തെ വ്യൂ കാണാം. താഴെപ്പുള്ള പൈസ നമ്മുടെ കയ്യിലില്ലെന്ന് തോന്നുന്നു. ഇവിടുന്ന് 25 രൂപ പാസിന്. കണ്ടില്ലേ, നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചതുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ വരും മിസ് ട്രീസാംസ് മേളുണ്ട്. ഇതാണ്ട് നോക്കി കണ്ടില്ലേ നമ്മുടെ വ്യൂ. ഇപ്പം നമ്മൾ താഴത്തെ പാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 25 വെച്ചായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മൊത്തം മഞ്ഞിങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ടല്ല താഴെ വരെ പോകണം, അവിടെ വരെ പോകണം. അപ്പോൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അവിടെ താഴെ ചെന്നു. ലക്ഷ്മിയും ജോലിയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മിസ്സ് പോകുന്നു. പ്രണവ് അവരെല്ലാം തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സാറും അമ്മമാരും ഇങ്ങനെ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴെ ചെന്നിട്ട് ഇതിൻ്റെ വ്യൂ കാണാം ഗായ്സ്. നമ്മൾ പിന്നെ ഇങ്ങനെ താഴോട്ട് ഇവിടെ തടിയും കാര്യങ്ങളൊക്കെ വെച്ചാണ് വഴി വൃത്തിയാക്കിയിരിക്കുന്നത്. അപ്പം തടി കല്ല് ഒക്കെ വെച്ചാണ്. അപ്പം നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ താഴെ പോകും. അതൊരു ഭയങ്കര ഒരു രസമായിട്ട് തോന്നുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ ഇവിടെ നൈറ്റിൽ ഇവിടെ നമ്മൾ രണ്ടാമതെടുത്ത ആ ഒരു
പാസ്സുകാരുടെ വകയായിട്ട് ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇത് താഴെ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ 6 മണി വരെ അവർ പ്രവേശിപ്പിക്കത്തുള്ളൂ വെളിയിൽ. പിന്നെ ക്യാമ്പ് ബുക്ക് ചെയ്തവർക്കായിരിക്കും ഇവിടെ അവസരം ലഭിക്കുക. അപ്പം ഇവിടെ കണ്ട് ഇതെല്ലാം ക്യാമ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇതെല്ലാം നൈറ്റ് ക്യാമ്പ് ഫയറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഓരോന്ന് വരുമ്പോൾ നമുക്ക് തണുപ്പിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പം നമുക്കിവിടെ ഇങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 പാറയുടെ നടുക്കൂടൊക്കെ ഇങ്ങനെ നടന്ന് കാണാം നമുക്ക് പോകാൻ. അപ്പോൾ ഇവിടെ താഴോട്ട് ഇറങ്ങാൻ പറ്റും. പിള്ളേരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ആദ്യം ചെന്ന് ഫുള്ളൊന്ന് നോക്കിയിട്ട് വരാം. കണ്ടില്ലേ ഗൈസ്? ഓ ഗൈസ്, ഇത് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ താഴെ ചെന്നിട്ട് കാണാം. എയർടെലിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടി 4G. ഫോട്ടോ കിട്ടിയടാ ഗൈസ്. രക്ഷയില്ല. പഞ്ചാബ് കിട്ടു. ക്യാമറ ഇടുക്കി വിമലേ ഇരിക്കരുത്. Gangnam Style. Gangnam Style. Gangnam Style. Gangnam Style. Gangnam Style.
Gangnam Style. Oppa Gangnam Style. Gangnam Style. Sexy lady. Oppa Gangnam Style. Sexy lady. അപ്പോൾ ഗായ്സ് നമ്മുടെ ടൂറ് എല്ലാം കഴിഞ്ഞു. അപ്പം ടൂറിൽ 2 പാർട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പാട്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ ടൂറെല്ലാം കഴിഞ്ഞിരുന്നു. അപ്പം ടൂറെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടൂറായിരുന്നു. 2 ദിവസമായിരുന്നു. അപ്പം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കോളേജ് ലൈഫിലൊക്കെ ഇങ്ങനെ ടൂറുകളൊക്കെ
ഉണ്ടല്ലോ. അപ്പം പരമാവധി എല്ലാവരും ടൂറിനൊക്കെ പോകാൻ നോക്കുക. അന്നേരം ടൂറെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവിതത്തിൽ കിട്ടുന്ന ഒരു വൈബാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടെ പോയി 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പോയി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ടൂറിന് സംഭവിച്ചത്. നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വാക്കുകളില്ല, അതുപോലുള്ള ഒരു ടൂറായിരുന്നു. ടൂറിന് തന്നെ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി ട്രിപ്പായിട്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനമ്മ അങ്ങനെ പോകുന്ന പോലൊരു അതിനേക്കാട്ടിലും ഒരു ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പോകുന്നത്. ഞങ്ങളുടെ മിസ്സുമാർ 2 പേരായാലും ആ സാറായാലും ഞങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാം കൊണ്ട് വണ്ടിയായാലും എന്തുമായാലും ഭയങ്കര രസമായിരുന്നു. അപ്പം നമ്മൾ വാഗമൺ മൂന്നാറുമാണ് പോയത്. അപ്പം ടൂറെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പം ഒന്നും പറയില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഇനി ഈ ദിവസങ്ങൾ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റൊക്കെ ഇടണം. അപ്പം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ. അടിപൊളി ട്രിപ്പായിരുന്നു നമ്മുടെ. ഒന്നും പറയില്ല, നമ്മുടെ വാക്കുകളൊന്നും കിട്ടുന്നില്ല പറയാനായിട്ട്. നമ്മുടെ ടൂറിൻ്റെ വന്ന ഫ്രണ്ട്സായാലും എല്ലാവരും ആഘോഷിച്ച് ഇനി ഒരിക്കലും മറക്കത്തില്ല. ഈ മരിക്കുന്ന കാലത്തോളം വരെ ഓർത്തിരിക്കാനായിട്ടൊരു മെമ്മറീസ് ഒത്തിരി തന്ന ഒരു ടൂറാണ് ഇത് എന്ന് പറയുന്നതിൽ ഒരു മടിയില്ല. അപ്പം ബൈ ബൈ.